ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ ഇപ്പോൾ മറ്റ് കപ്പലുകൾക്കാകട്ടെ കടലിലൂടെയുള്ള യാത്ര വളരെയധികം ദുസ്സഹനീയമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇന്ധനക്ഷാമത്തിനപ്പുറം തന്നെ മറ്റു രാജ്യങ്ങൾക്ക് ആവശ്യമായ ചരക്കുകൾ എത്തിക്കാൻ പോലും അവിടെ നിർവാഹമില്ലാതെ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ചൈനയുടെ ചരക്ക് കപ്പലുകൾക്ക് മാത്രമായിരുന്നു ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കാനായി തന്നെ അനുമതി നൽകിയിരുന്നത്. ഇതാകട്ടെ ഇത് ലാക്കാക്കിക്കൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതായി തന്നെ, അതായത് ചൈനീസ് കപ്പൽ എന്ന വ്യാജേന തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെ യാത്ര തുടരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പല കപ്പലുകളും ഇത്തരമൊരു മാർഗം സ്വീകരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പല കപ്പലുകളും ചൈനീസ് കപ്പൽ എന്ന വ്യാജേനെ ഇത്തരത്തിൽ യാത്രകൾ തുടരുന്നതായി തന്നെ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇസ്രയേൽ US സംയുക്തമായി തന്നെ ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ചൈനീസ് കപ്പലുകൾക്ക് മാത്രം ഹോർമൂസിൽ കൂടി കടക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇത് മറയാക്കിക്കൊണ്ടാണ് പല കപ്പലുകളും ഇപ്പോൾ തങ്ങൾ ചൈനീസ് കപ്പലാണ് എന്ന വ്യാജേന തന്നെ അവിടെ യാത്രകൾ തുടരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ആഴ്ചകളിൽ ചുരുങ്ങിയത് 10 കപ്പലുകൾ ഇത്തരത്തിൽ മാറ്റം വരുത്തിയെന്നതാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. തങ്ങളുടെ വലിയ രീതിയിൽ, അതായത് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തിൽ അതിൽ പ്രദർശിപ്പിക്കുന്ന സന്ദേശത്തിൽ കപ്പലിന്റെ ഉടമ ചൈനീസുകാരനാണ് എന്ന രീതിയിൽ, അതായത് എല്ലാ ക്രൂ അംഗങ്ങളും അല്ലെങ്കിൽ പോലും ക്രൂ അംഗങ്ങൾ കപ്പലിൽ കയറിയത് ചൈനയിൽ നിന്നാണ് എന്നും മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ ഈ വിദ്യ പ്രയോഗിക്കുന്നത് എന്നതാണ് വിദഗ്ധർ പറയുന്നതും. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി തന്നെ ഈ വഴിയിൽ കൂടിയുള്ള ഗതാഗതം അത് വളരെയധികം അനിശ്ചിതത്തിലായി തന്നെ തുടരുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏകദേശം 20% എണ്ണയും ഈ കടലിടുക്ക് വഴി തന്നെയാണ് കടന്നു പോകുന്നത്. സംഘർഷം ഉടലെടുത്തതിന് പിന്നാലെ തന്നെ ഹോർമൂസിൽ അവിടെ കൂടിയുള്ള ഗതാഗതമാകട്ടെ അത് താറുമാറായ നിലയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നതും. ഗൾഫ് മേഖലയിൽ മാത്രം തന്നെ 1000-ഓളം കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചില കപ്പലുകൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണ സാധ്യത കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ GPS വിവരങ്ങൾ പോലും മാറ്റി കാണിക്കുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷമാകട്ടെ അതീവ രൂക്ഷമായി തന്നെ തുടരുന്നതിനിടയിൽ ഇറാന്റെ നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതായത് പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിൻ ആകട്ടെ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതും ഇനി ആക്രമിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയതും ഇറാനിലെ നേതൃനിരയിൽ തന്നെ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രസിഡന്റ് ആകട്ടെ ക്ഷമാപണം നടത്തുകയും ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയതിനും തൊട്ടു പിന്നാലെ പോലും അവിടെ ഇറാന്റെ ഭാഗത്തു നിന്നും ഗൾഫിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇറാനിലെ നേതൃനിരയിലെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നും അത് പ്രായോഗികവാദികളും അവരും തമ്മിലുള്ള ഭിന്നതയാണ് ഇപ്പോൾ ഇത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിൻ അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതും ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതും അവിടെ സായുധ വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആകട്ടെ അവരുടെ നേതൃത്വത്തെ ഒന്നടങ്കം ചൊടിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ ക്ഷമാപണം നടത്തി മണിക്കൂറുകൾക്കകം തന്നെ പ്രസിഡന്റ് തന്റെ പ്രസ്താവന തിരുത്തി രംഗത്ത് വരികയും ചെയ്തു. ക്ഷമാപണ ഭാഗം ഒഴിവാക്കിയാണ് പിന്നീട് അദ്ദേഹം തന്റെ പ്രസ്താവന നടത്തിയത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.